പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ഫുട്ബോൾ ലോകം. അങ്ങനെ MLS-ൽ നടന്ന ഒരു വാശിയേറിയ പോരാട്ടത്തിൽ ഇപ്പോൾ ഇന്റർ മിയാമിക്ക് ഒരു പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. 1-4 ഗോളിന്റെ നാണംകെട്ട തോൽവിയാണ് ഇപ്പോൾ ഇന്റർ മിയാമി ഏറ്റുവാങ്ങിയിട്ടുള്ളത്. സൂപ്പർ താരമായ ലിയോണൽ മെസ്സിയാണ് ഇന്റർ മിയാമിക്ക് വേണ്ടി ഒരു ആശ്വാസ ഗോൾ നേടിയത്. എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല. നമ്മുടെ ചാനൽ 1K എത്താനായി ഇനി മിതമായ സബ്സ്ക്രൈബേഴ്സുകൾ മതി. അതുകൊണ്ട് തന്നെ പറ്റുന്നവരെല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോയിൽ തന്നെ കടക്കാം. എന്നാലും ഇന്റർ മിയാമി ഇപ്പോൾ MLS-ൽ നടന്ന മത്സരത്തിൽ ഒരു നാണംകെട്ട തോൽവിയാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. MLS ക്ലബായ മിനസോട്ട യുണൈറ്റഡുമായിട്ടാണ് അവരുടെ ദയനീയമായ പരാജയം. 1-4 ഗോളുകൾക്കാണ് ഇപ്പോൾ മിനസോട്ട യുണൈറ്റഡിനോട് ഇപ്പോൾ ഇന്റർ മിയാമി പരാജയപ്പെട്ടിട്ടുള്ളത്. ആദ്യം മിനസോട്ട യുണൈറ്റഡ് തന്നെയാണ് ലീഡ് എടുത്തത്. അവർ 32-ാം മിനിറ്റിൽ ലീഡ് എടുത്തിരുന്നു. പിന്നീട് 45-ാം മിനിറ്റിന്റെ ഇഞ്ചുറി ടൈമിലും അവർ ലീഡ് എടുത്തു. അങ്ങനെ അവർ ഹാഫ് ടൈം ആയപ്പോൾ എതിരില്ലാത്ത 2 ഗോളിന് മുന്നിലായിരുന്നു. പിന്നീട് ലിയോണൽ മെസ്സി 48-ാം മിനിറ്റിൽ ഇന്റർ മിയാമിക്കായി വരകുറിക്കുക. അങ്ങനെ മെസ്സി ഗോളടിച്ചതോടുകൂടി ഇന്റർ മിയാമി തിരിച്ചു വരുമെന്ന് നമ്മൾ കരുതിയിരുന്നു. എന്നാൽ പിന്നീട് ഒരു ഓൺ ഗോൾ വീണ്ടും ഇന്റർ മിയാമിക്ക് തിരിച്ചടിയായി. 68-ാം മിനിറ്റിലായിരുന്നു ഇന്റർ മിയാമിയുടെ ഒരു ഓൺ ഗോൾ വന്നത്. പിന്നീട് 70-ാം മിനിറ്റിലും ഇന്റർ മിയാമിക്ക് ഒരു ഗോൾ വഴങ്ങേണ്ടതായിട്ട് വന്നു. അങ്ങനെ 1-4 ഗോളുകൾക്കാണ് ഇന്റർ മിയാമി ഇപ്പോൾ ദയനീയമായ ഒരു പരാജയം ഏറ്റുവാങ്ങിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ പോയിന്റ് ടേബിളൊക്കെ നോക്കുമ്പോൾ ഇന്റർ മിയാമി മത്സരം കഴിയുന്നതിനൊക്കെ മുമ്പ് എന്തായാലും 3-ാം സ്ഥാനത്തുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്റർ മിയാമി 4-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതായിട്ടാണ് നമുക്ക് നിലവിൽ കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും 11 മത്സരങ്ങൾ ആകെ കളിച്ചതിൽ 6 വിജയവും 3 സമനിലയും അതുപോലെ തന്നെ 2 പരാജയവുമായിട്ട് ഇപ്പോൾ 21 പോയിന്റുമായി 4-ാം സ്ഥാനത്താണ് ഇപ്പോൾ ഇന്റർ മിയാമി ഉള്ളത്. എന്തായാലും ബാക്കിയുള്ള ടീമുകളെ ഒക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മത്സരം കുറവ് മാത്രമേ ഇന്റർ മിയാമി കളിച്ചിട്ടുള്ളൂ. അടുത്ത മത്സരം കൂടി വിജയിക്കാൻ സാധിച്ചാൽ 24 പോയിന്റിലേക്ക് ഇന്റർ മിയാമിക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഏകദേശം 3-ാം സ്ഥാനത്തേക്ക് എത്താനായിട്ട് സാധിക്കും എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. എന്തായാലും ഇന്റർ മിയാമിക്ക് ഒരു ദയനീയമായ പരാജയമാണ് ഇപ്പോൾ ഈ മത്സരത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. പോയിന്റ് ടേബിളിലും അത് ഇന്റർ മിയാമിക്ക് വലിയൊരു തിരിച്ചടിയായി ഏറ്റിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയാണ്.